നമ്മളിന്ന് ഒരു കപ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ 1.5 കിലോയുടെ ഒരു കോഴിയാണ് എടുത്തേക്കുന്നത്. ഞാൻ 4 പീസ് ആക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി 2 സവാള, 2 തക്കാളിക്ക, 3 പച്ചമുളക്, കറി മസാല, പിന്നെ ഒരു മാഗിയുടെ ഒരു കൂട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചതയ്ക്കണം നമുക്കൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളി, എന്നിട്ട് ഇതൊന്ന് അരിയണം. നമുക്ക് കറി മസാല നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പുഴുങ്ങാൻ വേണ്ടി ഉള്ളതിന്. നമുക്ക് പുഴുങ്ങാൻ വേണ്ടി ചരുവം വയ്ക്കാം, എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 3 സ്പൂണിന് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കൂട്ടൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഉള്ളി വഴറ്റാം. കുരുമുളക് എടുത്തിട്ടുണ്ട്, പൊടിയില്ല, ഞാൻ കുരുമുളക് അല്ലാതെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റാം. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇടുന്ന് വഴറ്റിയേക്കാം. നമുക്ക് തക്കാളിക്ക് വഴറ്റുണ്ട, പച്ചയ്ക്ക് ഞാൻ ഇടുക, പച്ചമുളകും. ഇനി മാഗിയുടെ നമുക്ക് പേസ്റ്റ് ഇടാം, ഒരെണ്ണം ഇടാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ചിക്കൻ വേവേണ്ട രീതിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. മൂങ്ങി കിടക്കേണ്ട ചിക്കൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും ഇറച്ചിക്കൂട്ട് പൊടിയും കൂടി ഇടാം, ഗരം മസാലയും കൂടി ഇടാം. തിളക്കിയിട്ട് എന്നിട്ട് നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് അടച്ചു വയ്ക്കാം, ചിക്കൻ വേവട്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോഴി ഇഞ്ഞെടുക്കാം. ഒന്നര കിലോ ചിക്കന് വേണ്ടി 3/4 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. ബസുമതി അരിയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി അത് അടപ്പിലോട്ട് ഇടാം. ആ വെള്ളത്തിൽ തന്നെയാണ് ഇടുന്നത്, വേവിച്ചെടുക്കുന്നത്. അല്ലാതെ വേണമെങ്കിൽ വേറെ വെക്കുന്നവർക്ക് വയ്ക്കാം. ഞങ്ങളിപ്പം ചിക്കൻ വേവിച്ച ആ വെള്ളത്തിൽ തന്നെ, ആ മസാലയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അടച്ചു വയ്ക്കാം, വെന്ത് വരട്ടെ. നമുക്ക് ഇച്ചിരി മുന്തിരിങ്ങ ഉണ്ടെന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് റൈസ് വെന്ത് വരുന്നുണ്ട്. നമുക്ക് 2-3 മുന്തിരിങ്ങ അതിനകത്തോട്ടങ്ങ് ഇടാം. അതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശകലം ഒരു ഉപ്പ് കൂടെ, നമ്മൾ ഇറച്ചിക്കകത്ത് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഒരു ശകലം ഉപ്പ് പേരിനും വേണ്ടി ഇടുന്നു. നമുക്കത് പുരട്ടി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഒഴിച്ച് ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇടാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, കപ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിങ്ങോട്ട് മാറ്റാം ഒരു പാത്രത്തിലോട്ട്. നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.